ആറാം തവണ ഇന്ത്യ സാഫ് കിരീടത്തിൽ മുത്തമിടുന്നത് കളിക്കളത്തിൽ കാൽപന്ത് കളിയുടെ പുതിയ നീക്കങ്ങളിലൂടെയാണ്. ഇന്ത്യയെ കീഴ്പ്പെടുത്തിയ സാഫ് കപ്പ് ഉയർത്താൻ ഉറപ്പിച്ചായിരുന്നു അഫ്ഗാനിസ്ഥാൻ കളത്തിലിറങ്ങിയത്. ആദ്യം മുതൽ ആക്രമിച്ചു കളിച്ച അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ തങ്ങളുടെ ഗോൾമുഖത്തേക്ക് അടുപ്പിച്ചതേയില്ല. എന്നാൽ രണ്ടാം പകുതി കളിയാകെ മാറിമറിഞ്ഞു. ജെ ഫൗൾ ചെയ്തതിന് ഇന്ത്യക്ക് പെനാൽറ്റി നൽകിയതിനെ ക്യാപ്റ്റൻ കൂടിയായ അഫ്ഗാൻ ഗോൾ കീപ്പർ ഹമീദുള്ള യൂസഫ് അലി ചോദ്യം ചെയ്തു. ഇതിന് അദ്ദേഹം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ഇത് അഫ്ഗാനിസ്ഥാന് കനത്ത തിരിച്ചടിയായി. പെനാൽറ്റി ഛേത്രി ഗോളാക്കി മാറ്റുകയും ചെയ്തതോടെ 10 പേരുമായി കളിച്ച അഫ്ഗാന്റെ മനോവീര്യം തകർന്നു. എതിർ ടീമിന്റെ ദുർബലാവസ്ഥ മുതലെടുത്ത ഇന്ത്യ ആക്രമിച്ചു കളിച്ചു. 79-ാം മിനിറ്റിൽ ക്ലിഫോർഡ് മിറാണ്ടയുടെ മനോഹര നീക്കം ഗോളിൽ കലാശിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ ഛേത്രിയുടെ പാസ് ജെ ഗോളാക്കി മാറ്റിയതോടെ ഇന്ത്യയുടെ ഗോൾ 3-ആയി ഉയർന്നു. പകരക്കാരനായി ഇറങ്ങിയ സുശീൽ കുമാർ സിംഗ് ഇഞ്ചുറി ടൈമിലെ അവസാന മിനിറ്റിൽ ഒരു മനോഹര ഗോൾ കൂടി അടിച്ച് 4 ഗോളിന്റെ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചു. 7 ഗോളുകളുമായി ഇന്ത്യൻ സ്ട്രൈക്കർ സുനിൽ ഛേത്രി കളിയിലെ താരമായി. ഇന്ത്യൻ ഫുട്ബോളിന് ഇത് പുതിയ ചരിത്രമാവുകയാണ്. പഴയ കാലങ്ങളിൽ ഇന്ത്യ കിരീടം ജയിച്ചതുപോലെയല്ല ഇത്തവണ സാഫ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. പന്തിറക്കവും വേഗവും കളിയുടെ എല്ലാ മേഖലയിലും ഇന്ത്യ പ്രകടമാക്കി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് പുതുപാടിക്കൊപ്പം ദീപു രവതി, അമൃത ന്യൂസ്.